ഹായ് മക്കളെ, ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിനേഷൻ കഴിഞ്ഞു. കെമിസ്ട്രിയുടെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് സെഷൻ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തരാം. അതിന് മുൻപായിട്ട് എക്സാമിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബേസിക്കലി 60 കെമിസ്ട്രി 40 ഫിസിക്സ് എന്നുള്ള രീതിയിലാണ് എക്സാം പാറ്റേൺ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നമായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ, ഞാൻ വേർഷൻ ഡി ആണ് പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വളരെ ചെറിയ സമയത്തിനുള്ളിൽ വായിച്ച് മനസ്സിലാക്കി കുറച്ച് കൺഫ്യൂസിങ്ങുമാണ്. അത് എഴുതാൻ നിങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. ആൻഡ് എസ്പെഷ്യലി നോക്കുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളോട് ചോദിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ എന്നാണ് ചോദിക്കാറ്. പക്ഷേ മിക്കവാറും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഓപ്ഷനും വായിച്ച് മനസ്സിലാക്കി ഏതാണ് ഇൻകറക്റ്റ് എന്ന് മാർക്ക് ചെയ്യാൻ അവിടെയും കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈവൻ നോമൻക്ലേച്ചറിൻ്റെ ഒരു കാര്യമാണെങ്കിൽ പോലും കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2-ഈഥൈൽ പ്രൊപ്പനാലൊക്കെ എന്തായാലും എഴുതിയിട്ടുണ്ടാകും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 89, ദ മോസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ക്വസ്റ്റ്യനും ചെറുതായിട്ടൊക്കെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടുണ്ടാകും. 88 ആണെങ്കിലും ഫ്ലൂറസെൻസ്, ഫോസ്ഫോറസെൻസ് കുറച്ച് ലെങ്ത് ആണല്ലേ ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ 86 ആണെങ്കിലും നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചിരിക്കുന്നത് KP = KC/RT⁴ ആണ്. അതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ നിങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അല്ലെ, കുറച്ചെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മാത്രം കിട്ടുന്ന രീതിയിലാണ് ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് നല്ലതും തന്നെയാണ്. കാരണം കുറച്ചൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് എക്സാം എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ വാട്ടറിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, അമോണിയയുടെ ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്തായാലും ഓൾ ഇൻ ഓൾ എനിക്ക് തോന്നുന്നു HSAനേക്കാളൊക്കെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഈവൻ ഒരു മാർക്ക് റേഞ്ച് നല്ലത് എനിക്ക് തോന്നുന്നത് ഒരു 50 to 60 ഒക്കെ വരികയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ആയിട്ടുള്ള സ്കോർ ആയിരിക്കും. നമുക്ക് നോക്കാം, നമ്മുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഫിസിക്സ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രോബ്ലംസ് ഒക്കെ കുറച്ചും കൂടെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും എക്സാമൊക്കെ കഴിഞ്ഞു. നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.